കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വചനം അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും സ്വർഗരാജ്യത്തിന്റെയും ഒരു മർമ്മമാണ്. ഹല്ലേലൂയ. കാതലാണ്, കാതല്. നമുക്കറിയാം, ഒരു മരം വെട്ടുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? കാതല അല്ലേ? നല്ല കാതലുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടും എന്ന് പറയുന്ന പോലെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം നിത്യജീവന്റെ കാതലാണ്, മർമ്മമാണ്. അഭിഷേകം പ്രാപിക്കേണ്ടതിന്റെ മർമ്മമാണ്. അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്റെയും മർമ്മമാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളാം. ഹല്ലേലൂയ. അനുഗ്രഹം വേണമെങ്കിലും അഭിഷേകം വേണമെങ്കിലും നിത്യജീവൻ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിലും ഈ മർമ്മം അറിഞ്ഞിരിക്കണം. മർമ്മം എടുക്ക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം എടുത്ത്. 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു ചോദിച്ചു. എന്നതാ ചോദിച്ചേ? ശിഷ്യന്മാർക്ക് അപ്പൊ ഭയങ്കര ഒരു സംശയം. ഇവിടെ ഒരുവനെ ഇടത്തും വലത്തൊക്കെ ഇരുത്തണമെന്ന് പറഞ്ഞ് നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സീറ്റ് തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊരു സംശയം. ഇവന് ഇടയ്ക്കിടയ്ക്ക് സ്വർഗരാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യം മാത്രം പോലെ ഇനിയിപ്പോ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്നു സ്വർഗരാജ്യത്തിന്റെ സ്ഥാനമൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാ? സ്വർഗരാജ്യത്തിൽ ഉറക്കെ പറഞ്ഞേ, വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? എന്ത് ചോദിക്കണം? എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഇനി വായിച്ചു, ഉത്തരം ഇപ്പൊ കിട്ടും. യേശു ഒരു ശിശുവിനെ വിളിച്ചു. ആരെ വിളിച്ചേ? അവിടെ നല്ല പഠിപ്പും വിദ്യാഭ്യാസമുള്ള ടീമുകൾ ഉണ്ടായിരുന്നു. അവിടെ മറ്റേ 3 നില വീട്ടിൽ കഴിഞ്ഞവരുണ്ടായിരുന്നു. നല്ല കിടിലൻ സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ ചെയ്തൊരു കാര്യം, ഈശോ ഈ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നും ഒരു ശിശുവിനെ വിളിച്ചു. ഹല്ലേലൂയ. നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യമാണ് ഇവിടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. ശ്രദ്ധിച്ചോ? നമ്മൾ വലിയ ശ്രദ്ധ ചെലുത്താത്തൊരു കാര്യമാണ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നത്. പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു. എന്നാ പറഞ്ഞേ? സത്യമായിട്ടും പറയുക, സത്യമായിട്ടും പറയുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. അതിനാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, ആ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇനിയോ, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ ശിശുവിനെ പോലെ ആര് സ്വയം ചെറുതാകുന്നുവോ എളിമപ്പെടുത്തുന്നുവോ അവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. അച്ഛനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയവനാകണോ അതോ സ്വർഗരാജ്യത്തിന്റെ വലിയവനായി തീരണോ? പറ. ദൈവമേ, ഇതെല്ലാം നല്ല ആൾക്കാരാ. ഹല്ലേലൂയ. ഇത്രയെങ്കിലൊക്കെ ആഗ്രഹമെങ്കിലും ഉണ്ടല്ലോ അല്ലെ? ഇതൊന്നും ഇല്ലാത്തൊരു എന്തോരം പേരുണ്ട്. ഇത്ര ആഗ്രഹമെങ്കിലും ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവരാകണം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിനുള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ചൂടത്തോടെ വന്ന് നമ്മൾ ഇരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുന്നത്. അതിനുള്ള മർമ്മം കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ശിശുവിനെ പോലെ അങ്ങോട്ട് ചെറുതാകുക, എളിമപ്പെടുക. ഹല്ലേലൂയ. ഇത് സ്വർഗരാജ്യത്തെ കുറിച്ച് മാത്രമല്ല, ഈ ലോക ജീവിതത്തിലും സ്വർഗരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ നോക്കിയോ, ഈ ലോക ജീവിതത്തിലും സ്വർഗരാജ്യ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ, വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ സ്വന്തം സ്വർഗരാജ്യ അനുഭവം സ്വന്തമാക്കണമെങ്കിൽ ഈ ഒരു പുണ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. ഹല്ലേലൂയ. അതേതാ പുണ്യം? പറ, എല്ലാരും പറ.
നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. പറ, എളിമ. ഹല്ലേലൂയ. അനുഗ്രഹം വേണ്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. അനുഗ്രഹം, അഭിഷേകം വേണ്ടവര് എല്ലാവരും വേണം. കൈതാന്തിട്ടു. ഇനി പച്ചൻ പറയുവാണ്. ആ പുറയിലിരിക്കുന്ന ആ ചേച്ചിമാർക്ക് ഇങ്ങോട്ട് വന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിലിരുന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലിരുന്ന് എഴുന്നേക്കണ്ട. അവിടെ ഇരുന്നു ചുമ്മാ ഇരുന്നു. അഭിഷേകവും അനുഗ്രഹവും ഒക്കെ നമുക്ക് വേണം. പക്ഷെ ചിലപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. കാരണം നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്ന കാര്യം പ്രിയപ്പെട്ടവർ ആർക്കും ഇഷ്ടമല്ല. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതും എന്നാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പുണ്യമാണ് എളിമപ്പെടാന്ന് പറഞ്ഞത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഈഗോ, ഞാനെന്നുള്ള ഭാവത്തെ തല്ലി പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായി മാറുന്നത്. ഹല്ലേലൂയ. ഇത്രേ ഉള്ളൂ. ഈ ലോക ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ അവൻ അതുപോലെ അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1:48 അമ്മ പറയും, സ്വർഗം കടാക്ഷിച്ചത് എന്നതാ? സ്വർഗം അഭിഷേകം ചെയ്തത്, സ്വർഗം കടാക്ഷിച്ചത്, സ്വർഗം അനുഗ്രഹിച്ചതിനൊക്കെ പിന്നിൽ ഒറ്റ കാരണം, എന്റെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. ഹല്ലേലൂയ. അത്ര തുറന്ന് പറ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? എളിമപ്പെടാൻ. എന്തൊക്കെ പറഞ്ഞാലും എളിമപ്പെടുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാം ഓക്കെ. ചിലവര് ഏതറ്റം വരെ കഷ്ടപ്പെടാൻ റെഡിയാ, അധ്വാനിക്കാൻ റെഡിയാ, ഓടി നടക്കാൻ റെഡിയാ. പക്ഷേ ജീവിതത്തെ അതുപോലെ എളിമപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. അവരിന്നും ഡൈവോഴ്സ് പോലെ ജീവിക്കുകയാണ്. രണ്ടിടങ്ങളിലാണ്. ഭാര്യയും ഭർത്താവ് രണ്ടിടങ്ങളിലാണ്. പുള്ളി അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സഹോദരനാണ്. അതിനാൽ തന്നെ വൈകുന്നേരങ്ങളിൽ സായനങ്ങളിൽ മദ്യപിച്ചു വരും. ഇച്ചിരി ഓവറാണെങ്കിൽ ഓവറായതിൻ്റെതായ ശൈലിയിലാണ് പിന്നെ പെരുമാറ്റമൊക്കെ കിടക്കുന്നത്. അങ്ങനെ പലവട്ടം ഈ സഹോദരി ഇറങ്ങി പോയിട്ടുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ്, സഹി കെട്ടിട്ട്. എന്നാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു പോരും. അങ്ങനെ അവസാനം ഇങ്ങനെ ഒരു പ്രാവശ്യം അല്പം മദ്യം കൂടിപ്പോയെന്ന് തോന്നുന്നു. വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് സംഭവം മൂത്തു. ചേട്ടൻ ഒരു കീറ് അവൾക്കിട്ട് അങ്ങോട്ട് കൊടുത്തു. നല്ല അടി കൊടുത്തു. അടി കിട്ടിയതോടുകൂടി അവൾ എന്നാ ചെയ്ത്, എല്ലാ സാധനവും കൂടി പെട്ടിപ്പറക്കി, കിട്ടുന്നൊക്കെ കെട്ടിപ്പറക്കി അവളുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പുള്ളിക്ക് ബോധം വന്നു. ബോധം വന്നിട്ട് കാര്യമുണ്ടോ? ബോധമില്ലാത്ത ഒരാൾ പോയി. ഒരാൾ വീട്ടിൽ പോയി. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാ. ഇപ്പൊ ഇന്നലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സമയാസമയം ഭക്ഷണം കിട്ടുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൂടുവെള്ളം കിട്ടുമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ തന്നെ കട്ടൻ കാപ്പി കിട്ടുമായിരുന്നു. ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോൾ കട്ടൻ കാപ്പി ഇല്ല, ചൂടുവെള്ളവും ഇല്ല, ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ഒന്നുമില്ല. പിള്ളേരൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും ആകാത്തത് കൊണ്ട് പിള്ളേരൊന്നും ആയിട്ടില്ല. ഈ സംഭവം കുടിയും ബഹളമൊക്കെ ആയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവര് ആദ്യം ആ സഹോദരിയുടെ വീട്ടുകാർ എൻ്റെ അടുത്ത് വന്നു. ഈ ചേട്ടനെ വിളിപ്പിച്ചു. ചേട്ടനും വന്നു. അപ്പൊ സംഭവം ഇത്രയല്ലേ ഉള്ളൂ. ഇതിനിടയ്ക്ക് പലവട്ടം പുള്ളിക്കാരത്തി ഇറങ്ങി പോയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ പ്രാവശ്യം ഇറങ്ങി പോകുമ്പോ എങ്ങനെയാ സംഭവിക്കാറ്? ഇറങ്ങിപ്പോയി 2 ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് പോരു വെച്ചോ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ ഒരു 10-20 ദിവസമായി. എന്തായി? അവൾ ഇപ്പോഴും വരുന്നില്ല. വിളിച്ചില്ലേ? ഞാൻ വിളിക്കൊന്നുമില്ല. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. ചേച്ചിമാരൊക്കെ എന്ത് കൃത്യമായിട്ടോ പറയുന്നത്. ഞാൻ വിളിച്ചിട്ട് ആൾ വരണ്ട. ഞാൻ പറഞ്ഞോ? പുള്ളി പറയുവാണ്, ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് ഇറങ്ങിപ്പോകാൻ. നല്ല തോന്നിവാസം കാണിച്ചിട്ട് പുള്ളി ചോദിക്കുന്ന ചോദ്യം, ഞാൻ പറഞ്ഞിട്ടല്ല അവൾ ഇറങ്ങിപ്പോയത്, അവളുടെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. അവൾക്ക് തോന്നുമ്പോ തിരിച്ചു പോരട്ടെ. ക്ലിയർ ആയില്ല കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് അവിടെയും വരെയും ചെന്നിട്ട്, അത്രേ ചിലപ്പോൾ പുള്ളിക്കാരത്തി ആഗ്രഹിക്കുന്നുള്ളതായിരിക്കും. അത് പുള്ളിക്കാരത്തി പറയുകയും ചെയ്തു. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ സഹോദരൻ പുള്ളിക്കാരത്തി പറഞ്ഞു, അച്ഛാ
പുള്ളി എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ ഞാൻ അപ്പം ഇറങ്ങിപ്പോവും, ഞാൻ തിരിച്ചു പോകും. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഒന്ന് ക്ഷമ പറഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ആ സെക്കൻഡിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്ക് ഇവിടെ നിൽക്കണമെന്നും താല്പര്യം. പക്ഷേ അച്ഛൻ അറിയാലോ പുള്ളിയുടെ അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞു, പോയി ഒന്ന് വിളിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ, വരും. ഞാൻ വിളിച്ചിട്ട് അവള് വരണ്ട, ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഭക്ഷണം കിട്ടുമോ വെച്ചോ. ഞാൻ വിളിച്ചിട്ട് അവള് വരണ്ട. പുള്ളിയുടെ കയ്യിലിരിപ്പോണ്ടാണ് അവള് പോയത്. എന്നാൽ പുള്ളിക്ക് ഒന്ന് അവിടെ ഒന്ന് പുള്ളി ഒന്ന് എളിമപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ തെറ്റല്ലേ. എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഇത്രേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റു പറ്റാമെന്ന് സ്വയം അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ എളിമപ്പെടുക. ദൈവമേ, മനോഹരമായൊരു സംഭവം സങ്കീർത്തകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് വലിയ രാജാവായിരുന്നു, പക്ഷേ രാജാവിന് തെറ്റുപറ്റി. രാജാവായിരുന്ന കാലത്ത് ഒരു തെറ്റ്, അത് 2-3 ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളിലേക്ക് ദാവീദിനെ എത്തിച്ചു. പ്രവാചകനിലൂടെ നീ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ചൂണ്ടിക്കാണിക്കല് പ്രവാചകനിലൂടെ നൽകിയപ്പോ ദാവീദ് പറഞ്ഞില്ല, നീ പോയി പണിയുണ്ടോ നോക്കണമെന്നൊന്നും ദാവീദ് പറഞ്ഞില്ല. ഞാൻ രാജാവാ, എനിക്ക് ഇഷ്ടമുള്ളവര് ദാവീദ് പറഞ്ഞില്ല. അതാണ് ദാവീദിന്റെ നന്മ. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 51-ൽ ദാവീദ് ചങ്കുപൊട്ടി കരഞ്ഞിട്ട് പറയുന്നൊരു സങ്കീർത്തനമുണ്ട്. 51, ദൈവമേ, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ഒരു രാജാവ് എളിമപ്പെടാവുന്നവന്റെ അങ്ങേയറ്റം എളിമപ്പെട്ടു. ബൈബിളെടുത്ത് വായിക്കണം. ഒരു പ്രവാചകനെ കുറിച്ച് സ്വർഗം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു പ്രവാചകനെ ദാവീദിൽ ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് വരട്ടെ, അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അവള് വരട്ടെ, ഞാൻ പോയി അവളെ വിളിക്കൊന്നുമില്ല. കാരണം എന്താ? ഈഗോ സമ്മതിക്കുന്നില്ല എളിമപ്പെടാൻ. ഒരു ചേട്ടൻ പറഞ്ഞറിയോ, അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ ക്ഷമിക്കുന്നേ? അവർക്ക് ആ വീട്ടുകാർക്ക് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ ഞാൻ ആരോടൊന്നും അവരെ കുറിച്ച് പറഞ്ഞു നടന്നിട്ടില്ല. ഞാൻ ചെയ്യാത്ത തെറ്റാണ്, പിന്നെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു നടക്കുന്നു. അവർ പറഞ്ഞു നടന്നോട്ടെ, എനിക്കതിലൊരു കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ ക്ഷമിക്കുകയൊന്നുമില്ല. ഞാൻ പോവുകയില്ല, ഞാൻ മിണ്ടാനും പോകുന്നില്ല, സംസാരിക്കാനും പോകുന്നില്ല, വീട്ടിലും പോകില്ല, ഞങ്ങളുടെ വീട്ടിലുള്ള ആരെയും ഞാൻ അങ്ങോട്ട് വിടുകയില്ല. തീർന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമപ്പെടുന്നിടത്താണ് സ്വർഗത്തിന്റെ കൃപ ഒഴുകുന്നത്. നമ്മളിത് ഈ മർമ്മം അനേകർക്കും അറിയത്തില്ല. നിങ്ങൾ നോക്കിയോ, കുടുംബത്തിൽ സമാധാനം വേണോ, കുടുംബത്തിൽ സന്തോഷം വേണോ, കുടുംബത്തിൽ ദൈവാനുഗ്രഹം വേണോ, കുടുംബത്തിൽ സ്നേഹം വളരണോ, ഒരൊറ്റ കാര്യം ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. സ്വയം അങ്ങോട്ട് എളിമപ്പെടാൻ ഇങ്ങനെ അങ്ങോട്ട് താന്നു കൊടുക്കാൻ, എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ താന്നു കൊടുത്തിട്ട് ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല എന്ന് സ്വയം പറയാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. ഇതെങ്ങനെയാണെന്നറിയാമോ? എനിക്കത് പറ്റുമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാ, ചിലർ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ വരണ്ട. ഇതന്നെ റേഡിയോയോ? ചില വീട്ടിലേക്ക് അങ്ങനെ റേഡിയോ പോലെ കെട്ടിയവൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഭാര്യയ്ക്കും റോളില്ല, മക്കൾക്കും റോളില്ല. ചില കുടുംബത്തിൽ ചില ചേച്ചിമാരാണ് പിന്നെ മുൻതൂക്കം എടുത്തിട്ട് ചേച്ചി പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. എളിമപ്പെടാൻ പറ്റാത്തതുകൊണ്ട്, ഇവിടെ ഒന്നും എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ കൃപയില്ലാത്തതും, കുടുംബത്തിൽ സ്നേഹമില്ലാത്തതും, കുടുംബത്തിൽ സമാധാനമില്ലാത്തതും, സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രശ്നങ്ങൾ അടിക്കടി ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉലച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എളിമപ്പെടേണ്ട ഒരു നിമിഷത്തിൽ എളിമപ്പെട്ടില്ല എന്നുള്ള ഒറ്റ കാരണം. നമ്മൾ എന്നാ പറയുന്നറിയാം, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത്? നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഹല്ലേലൂയ, എന്റെ ഭാഗം ക്ലിയറാ, പിന്നെ ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നേ? ഞാൻ എന്തിനാ എളിമപ്പെടുന്നേ? സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ വേറൊരു എളുപ്പ വഴിയും ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അനുഗ്രഹം കിട്ടാൻ, അഭിഷേകം കിട്ടാനൊക്കെ ഇന്നലകളിൽ കേട്ടുമറന്ന് പലതും നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ വചനം പറയുന്ന ഒരു അടിസ്ഥാന രഹസ്യം എന്താണെന്നറിയാവോ? എളിമപ്പെടുക.
അല്ലെ? പ്രഭാഷകന്റെ പുസ്തകം 3:18 എന്നാ പറയുന്നത്? നോക്കാതെ പറ, ഇതെല്ലാം നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കി. ഇത് എത്ര വട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ള? പ്രഭാഷകൻ 3:18 പറഞ്ഞേ. പ്രഭാഷകൻ 3:18 പറഞ്ഞേ. ദൈവമേ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, എളിമപ്പെടുക. അപ്പൊ എന്ത് സംഭവിക്കും? കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രനാകും. ഹല്ലേലൂയ. അത് ബാക്കിയെല്ലാം എളുപ്പമാണ്. ഞാനിങ്ങനെ പലാവർത്തി ഞാൻ ഈ ഒരു വിഷയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എളിമ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എളിമപ്പെടാന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, ആരെങ്കിലും നമ്മുടെ മുമ്പിൽ നിന്ന് തെറി വിളിക്കുമ്പോൾ, ആരെങ്കിലും നമ്മളെ അതുപോലെ വേദനിപ്പിക്കുമ്പോൾ, അതുപോലെ നമ്മളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നടക്കുമ്പോൾ, നമ്മളതിനെ ഹൃദയത്തിൽ അങ്ങോട്ട് സ്വീകരിക്കാൻ, എളിമപ്പെട്ട് അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് സ്വീകരിക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഈ നമ്മളൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ എളിമപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടാതെ അതുകൊണ്ടാണല്ലോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഒരുവൻ ഇറങ്ങി വന്നു. ഈശോ സ്വർഗം വിട്ട് തന്റെ മഹത്വത്തെ ലഘൂകരിച്ച് നമ്മെ പോലെ മനുഷ്യനായി. ദൈവം മനുഷ്യനാകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുന്നതല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവം മനുഷ്യനാകാന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് പട്ടിയാകാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ പൂച്ചയാകാൻ പറയുന്ന പോലെയാണ് ദൈവം മനുഷ്യനാകാന്ന് പറഞ്ഞാൽ. അത്ര വ്യത്യാസമുണ്ട്. കാരണം ഒരു ലോവർ ഫോമാണ് ദൈവം മനുഷ്യനാകാന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പട്ടിയാകാ പൂച്ചയാകാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു ലോവർ ഫോമാണ്, താഴ്ന്ന അവസ്ഥയാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. താഴുക. നമുക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് താഴാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവം തന്റെ മഹത്വത്തെ ലഘൂകരിച്ചിട്ട് ഒരു മനുഷ്യനായി എളിമപ്പെട്ട്, വചനം പറയുന്ന പോലെ ഫിലിപ്പി 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ, അവൻ ദൈവമായിരുന്നിട്ടും, അവൻ ഉറക്കെ പറ, ദൈവമായിരുന്നിട്ടും എന്ത് ചെയ്തു? എന്തോ ഈ ദൈവത്തോടുള്ള സമാനത, അവൻ ദൈവ, ആ ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എളിമപ്പെട്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. ആരുടെ രൂപം സ്വീകരിച്ചു? അതാണ് യോഹന്നാൻ 13-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ അത്താഴ വിരുന്നില് ഈശോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഗുരുവും നാഥനുമായിരുന്നിട്ടും അവനെ തന്നെ എളിമപ്പെടുത്തിയിട്ട് മുട്ടുകുത്തിയിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി ചുംബിച്ചു. ഒരു ദാസനായി അവിടെ മാറി. ഹല്ലേലൂയ. ഈ വിളിയാണ് എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ ഉള്ളൊരു വിളി. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അപ്പനുണ്ടോ, അപ്പന്റെ കാല് കഴുകി ചുംബിക്കാനുള്ള വിളി. ജീവിത പങ്കാളിയുണ്ടോ, ജീവിത പങ്കാളിയുടെ കാല് കഴുകി ചുംബിക്കാനുള്ള വിളി. നല്ലവനായിട്ടല്ല, നല്ലവളായിട്ടല്ല. കർത്താവ് അപ്പസ്തോലന്മാരെ 12 പേരെ ഇരുത്തിയിട്ട് അതിലൊരുത്തൻ ആരാ? പറ. ഒരുത്തൻ ആരാ? യൂദാസ. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, ഏതാനും സമയത്തിന് ശേഷം തന്നെ ഒറ്റിക്കൊടുക്കേണ്ട യൂദാസിന്റെ കാൽപാദങ്ങളും കഴുകിയിട്ട് അവന്റെ കാൽപാദങ്ങളും കഴുകി അവനെ ചുംബിച്ചു. ഇതാണ് എളിമപ്പെടൽ എന്ന് പറയാം. തള്ളിപ്പറയാൻ പോകുന്ന പത്രോസ് അവിടെയുണ്ട്. എല്ലാം ഇങ്ങനെ ഓടി ഒളിക്കാൻ പോകുന്ന സകലരും കർത്താവിന്റെ തീന്മേശയിലുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കർത്താവ് ഒരു ദാസ്യവേല ചെയ്യാൻ ഇറങ്ങി, അവരുടെ മുമ്പിൽ ഇറങ്ങി മുട്ടുകുത്തിയിട്ട് അവരുടെ കാൽപാദങ്ങൾ കഴുകി അവരെ ചുംബിച്ചു. ഹല്ലേലൂയ. എളുപ്പമുള്ള കാര്യമൊന്നല്ല അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര എളുപ്പമായിട്ട് നിസ്സാരമായിട്ട് എടുക്കും. ഏറ്റവും പ്രാക്ടീസ് ചെയ്യാൻ ഈ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പുണ്യമാണ് എളിമ, വിനയം എന്നുള്ള കാര്യം. ഭയങ്കര ബുദ്ധിമുട്ട്. ജീവിത പങ്കാളിയുടെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. യൂദാസിന്റെ സ്വഭാവമാണ്, ശരിയാണ്, ഞാൻ സമ്മതിച്ചു. യൂദാസിന്റെ സ്വഭാവമുള്ള ജീവിത പങ്കാളിയുണ്ട്. പത്രോസിനെ പോലെ തള്ളിക്കളയുന്ന ജീവിത പങ്കാളിയുണ്ട്. മറ്റപ്പസ്തോലന്മാരെ മാറ്റി നിർത്തുന്ന, അവരെ പോലെ മാറ്റി നിർത്തുന്ന, ഓടിയൊളിക്കുന്ന,
ചില ജീവിതങ്ങൾ കൂടെ വസിക്കുന്നില്ലേ? ഇവരുടെ മുമ്പിൽ എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഇത്രേ ഉള്ളൂ. അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുക. അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും നിന്നെ മുറിക്കുമ്പോഴും മുറിവേൽപ്പിക്കുമ്പോഴും അവരുടെ കാൽപാദത്തിൽ ഇരുന്ന് അവരുടെ കാൽപാദങ്ങൾ കഴുകി ചുംബിക്കാനുള്ള അഭിഷേകമാണ് എളിമപ്പെടാന്ന് പറഞ്ഞാലുള്ള കാര്യം. എളുപ്പമാണോ? പറ, ഇനി പറ, അത് എളുപ്പമാണോ? ഹല്ലേലൂയ. എളുപ്പമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ ജ്വലിച്ചേനെ, നമ്മളൊക്കെ എപ്പോഴേ അനുഗ്രഹം പ്രാപിച്ചേനെ. ഇത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഒരു ഇടവകയിൽ ധ്യാനത്തിന് പോയപ്പോ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, നിങ്ങളുടെ കാര്യം പറഞ്ഞാലല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അച്ഛന്മാരുടെ കാര്യം പറഞ്ഞാൽ വലിയ വിഷമം ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. വേറെ കാര്യം പറയാം, വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും കാര്യം പറയാം. അപ്പൊ വികാരിയച്ഛൻ കുർബാന ചെല്ലുന്നു. കുർബാന ചൊല്ലി കഴിയുമ്പോൾ കുറച്ച് പ്രാർത്ഥനയുണ്ട്, ഒരു നൊവേനയുണ്ട്, പിന്നെ പിള്ളേരുണ്ട്, പിള്ളേരുടെ എന്തോ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പൊ കപ്പ്യാര് പറഞ്ഞായിരുന്നു, വികാരിച്ചൻ കയറിയ പറഞ്ഞു, പ്രായമായ അച്ഛനാണ്. വികാരിച്ചൻ കയറിയപ്പോ പറഞ്ഞായിരുന്നു, അച്ഛാ കൊച്ചച്ഛൻ വന്ന് ബാക്കി പ്രാർത്ഥനകൾ ചെല്ലിക്കോളാന്ന് പറഞ്ഞായിരുന്നു. വികാരിച്ചൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. വികാരിച്ച കുർബാനയ്ക്ക് കയറി. കൊച്ചച്ഛൻ കുർബാന തീരാ. ഇപ്പൊ സാധാരണ 1 മണിക്കൂർ കൊണ്ട് തീരേണ്ട കുർബാന വല്യച്ഛൻ വലിച്ച് നീട്ടി 1:15 പുള്ളി അവിടെ വരുന്നു, കറങ്ങിപ്പോകുന്നു. നമ്മളിത് കഴിഞ്ഞിട്ട് ധ്യാനത്തിന് കയറാനുള്ളതാണ്, ശുശ്രൂഷയ്ക്ക് കയറാനുള്ളതാണെന്ന് വിചാരിക്കണം. അപ്പൊ ഇങ്ങനെ കറങ്ങിപ്പോകുന്നു, പുള്ളി വരുന്നു, പോകുന്നു. കഴിഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വരുന്നില്ല. കൊച്ചച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുക. അന്നാം വെള്ളവും പിടിച്ച് ആ പ്രാർത്ഥന പുസ്തകവും പിടിച്ച് എല്ലാം റെഡിയായിട്ട് നിൽക്കുക. ഈ വല്യച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ അവിടെ നിന്നുകൊണ്ട് നൊവേനയും തുടങ്ങി. നൊവേന കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നൊവേനുണ്ട്. നൊവേന കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് പ്രാർത്ഥനയും തുടങ്ങി. അതായത് 12 മണിക്ക് ഇറങ്ങേണ്ടതാണെങ്കിൽ 12:30 ആയപ്പോഴാണ് വികാരിച്ചൻ പുറകോട്ട് വരുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നൊവേന കഴിഞ്ഞ് ബാക്കി പ്രാർത്ഥനയും പുള്ളി തുടങ്ങിയപ്പോൾ കൊച്ചച്ഛൻ കൊണ്ടുവന്നുകൊണ്ട് ആ കയ്യിലിരുന്ന ആ പുസ്തകവും റൂറാലയും അന്നാം വെള്ളം കൂടി അവിടെ വലിച്ചെറിഞ്ഞിട്ട് എന്നെ താനെന്ന് വരുമ്പോൾ അങ്ങോട്ട് ഉണ്ടായിക്കോളാൻ പറഞ്ഞു ഒറ്റപ്പോക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഇങ്ങനെ പന്നിക്ക് വെടി കൊണ്ടു കഴിയുമ്പോൾ ഓടുന്ന പോലെ ഈ 12 അച്ഛൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറയുമ്പോഴേക്കും ഓടി ഇങ്ങോട്ട് വന്നു. അച്ഛൻ ഇതിൽ പ്രായമൊന്നും ഇല്ലാത്തന്നെ, പട്ടം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. പാവം പ്രായമുള്ള അച്ഛൻ ആ നോട്ടത്തിൽ തന്നെ അങ്ങോട്ട് ദഹിച്ചു പോകുന്നൊരു നോട്ടമാണ്. അച്ഛന് പന്തികേടാണെന്ന് മനസ്സിലായി. കൊച്ചച്ഛൻ പറഞ്ഞു, തനിക്കിതെല്ലാം കൂടി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു, എനിക്ക് വേറെ പരിപാടി. ഞാനിവിടെ വന്ന് നിൽക്കാറുണ്ട് 1/4 മണിക്കൂറായി. എല്ലാം കൂടി ചെയ്യാനാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയാൽ പോരായിരുന്നു. വരും നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ അങ്ങോട്ട് ഇറങ്ങിയാൽ. അപ്പൊ വല്യച്ഛൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ട് വല്യച്ഛൻ സംഭവിച്ചത് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി, വലത്തോട്ട് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. അപ്പൊ വല്യച്ഛൻ വിചാരിച്ച് എന്നാ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തേക്കാം, കൊച്ചച്ഛൻ ഫ്രീ ആയിക്കോട്ടെ, ചെയ്തേക്കാം, ഇനി 10 മിനിറ്റ് 15 മിനിറ്റ് ഇതിനു വേണ്ടി കൊച്ചച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി വല്യച്ഛൻ ചെയ്തു. അപ്പൊ വല്യച്ഛന്റെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ വല്യച്ഛൻ പറഞ്ഞെന്നാന്നറിയാവോ, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് വലിയ ആള് കളിക്കാനുള്ള കാര്യമൊന്നുമില്ല, കുറെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യാൻ എനിക്കും അറിയാം. ആഹാ, ഹല്ലേലൂയ. പുള്ളിയും കുഴപ്പമില്ല, കൊച്ചച്ഛനും കുഴപ്പമില്ല. ഹല്ലേലൂയ. കൊച്ചച്ഛൻ ഇറങ്ങിപ്പോയി. എല്ലാ ഭാഷയും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. കപ്പേരേട്ടനായിരുന്നു ഇതിന്റെ മധ്യവർത്തിയായിട്ട് നിൽക്കുന്നത്. നമ്മളിങ്ങനെ ശ്വാസം അടക്കി ഇതെല്ലാം കണ്ട് ദൃക്സാക്ഷിയായിട്ട് നിൽക്കുക. നമുക്ക് അതിനകത്ത് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ അതിങ്ങനെ കുറെ ആലോചിച്ച് അതെന്റെ മനസ്സിലൊരു ഇങ്ങനെ ഒരു വേദന പോലെ. കാരണം ഇത്രേ ഉള്ളൂ, ആ ഒരു 1/2 മണിക്കൂർ കൊച്ചച്ഛൻ്റെ പോയി, ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, കൊച്ചച്ഛൻ കുറേ നേരം അവിടെ വന്നു, പറഞ്ഞിരുന്നാണ്, ഇതെല്ലാം ശരി. പക്ഷേ അവിടെ ഒന്ന് കൊച്ചച്ഛൻ എളിമപ്പെട്ടിട്ട്, പ്രായമായ വൈദികനല്ലേ, അച്ഛനല്ലേ, അച്ഛൻ അങ്ങനെ ചെയ്ത് പോട്ടെ, ഇതിപ്പോ ഞാനൊരു പ്രാർത്ഥന ചെല്ലിയില്ലെന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്നാ നഷ്ടമുണ്ട്, ചെല്ലിയാൽ അതുകൊണ്ട് ഇപ്പം എന്ത് ലാഭമുണ്ട്, ഞാനിപ്പോൾ അവിടെ കയറി ഇതെല്ലാം ചെയ്താൽ ഒന്നുമില്ല, വികാരിച്ചനത് ചെയ്തോട്ടെ എന്ന് ഹൃദയത്തിൽ ഒരു എളിമയോടെ അത് സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നതമായ കൃപ ആ കൊച്ചച്ഛനിലേക്ക് അപ്പോൾ തന്നെ സ്വർഗം വെളിപ്പെടുത്തിയേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഈഗോ സമ്മതിക്കല്ല. അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന ഒരു മേഖല നമുക്ക് എളിമപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ചില മക്കളൊക്കെ ഒന്നും എളിമപ്പെടുകയില്ല, പ്രായമായാലും ചിലതൊന്നും എളിമപ്പെടുകയില്ല. കുഴിയിലേക്ക് കാലും നീട്ടിരുന്നാൽ ചില വീട്ടിലൊക്കെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആറന്മുളയിലായിരുന്നു ഞാൻ, വീടുകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്.
ചില പ്രായമായ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഒന്ന് വിട്ടുകൂടെ, ഇത്രയും പ്രായമായില്ല, ഇനിയിപ്പോ കിട്ടുന്ന ഭക്ഷണമോ കഴിച്ച് ദൈവമേ എന്ന് വിളിച്ച് അവിടെ ഇരുന്നാ പോരെ? അല്ലേ, നിങ്ങൾ പറ, പോരെ? പോരെ? പ്രായമായവരൊന്നും മിണ്ടുകയല്ല. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ വിജിലച്ചനെ ഓടിച്ചിട്ട് തല്ലിയേക്കരുത്. നമുക്കിപ്പോൾ ഒരു പ്രായമായി, വലിയ ഓടി നടക്കാനുള്ള കൽപ്പില്ല, ശക്തിയില്ല. ഓക്കെ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മക്കൾ എന്തെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, തരുന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ 4 നേരം ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട് ദൈവമേ കരുണയായിരിക്കണമേ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് കരുണക്കൊന്തയും ചൊല്ലി കുടുംബത്തിലുള്ള ഈ അന്നം തരുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് മക്കൾക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോയാൽ പോരെ? അതിനിടയിലിരുന്ന് കുനിഷ്ഠ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. മരുമകള് പുറത്തേക്ക് പൊക്കോട്ടെ, അതിനിപ്പോ തള്ളക്ക് എന്നാ കുഴപ്പം? മരുമകള് പുറത്ത് പൊക്കോട്ടെ, കടയിൽ പൊക്കോട്ടെ, മേക്കപ്പ് ഇട്ടോട്ടെ, കല്യാണത്തിന് പൊക്കോട്ടെ, വല്ല കുഴപ്പമുള്ള കാര്യമാണോ? ഞാൻ മരുമകളുടെ അടുത്ത് പറഞ്ഞു, അമ്മിച്ചിക്ക് കുറെ മേക്കപ്പ് ഒരു കിറ്റ് മേടിച്ചു കൊടുക്കുക, എന്നിട്ട് അമ്മിച്ചിക്ക് ഇട്ടത് രാവിലെ മുതൽ കണ്ണാടിയുടെ മുമ്പിൽ സ്വയം ഇട്ടോളം പറ, ആ വിഷമം അങ്ങോട്ട് തീരട്ടെ. ചിലപ്പോൾ നല്ല പ്രായത്തിൽ ഇടാൻ പറ്റിയിട്ടില്ലായിരിക്കും. ഞാൻ അമ്മിച്ചിയെ കുറ്റപ്പെടുത്തുന്നതല്ല, ചിലപ്പോൾ അമ്മിച്ചിയുടെ നല്ല പ്രായത്തിൽ കെട്ടിയവൻ മേക്കപ്പ് ഇടാൻ സമ്മതിച്ചിട്ടുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി മേക്കപ്പ് കിറ്റ് മേടിക്കാൻ അനുവദിച്ചിട്ടുണ്ടാകണമെന്നില്ല. പിന്നെ ഇടാൻ പറ്റുന്നൊരു കോംപ്ലക്ഷനും അല്ല അമ്മിച്ചിക്ക്, നല്ല കറുത്ത് നല്ല 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 മിടിക്കായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവുന്നത് കൊണ്ടോ എന്തോ അമ്മിച്ചി ഇതൊന്നും വലിയ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്നു, പുരികം പ്ലക്ക് ചെയ്യാൻ പോകുന്നു, മറ്റേ കലാപരി ഇതിനൊക്കെ പോകുന്നു. അമ്മിച്ച ഇവൾക്ക് ഇത്രയും പ്രായമായില്ലച്ചോ, കെട്ടിക്കാൻ പ്രായം ഒരു മകളുണ്ട്. അമ്മിച്ചിക്ക് അമ്മിച്ചിയുടെ കാര്യം നോക്കിയാ പോരെ? പോരെ? പറ, പോരെ? സ്വർഗരാജ്യത്തിൽ വലിയവന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ ഇവിടെ മേക്കപ്പെടോ മേക്കപ്പെടാതെ ജീവിക്കോ എന്നുള്ളതല്ല പ്രശ്നം. സ്വർഗത്തിൽ പോണോ അമ്മിച്ചി? അമ്മിച്ചി സമ്മതിക്കല്ല, സ്വർഗത്തിൽ പോയില്ലേലും അമ്മിച്ചിക്ക് ഇത് പറഞ്ഞില്ലേ, അമ്മിച്ചിക്ക് സ്വർഗത്തിൽ പോയില്ലേലും കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ 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 നമ്മൾ പറയില്ലേ, ഈ ചൊറിയുന്ന വർത്താനം ഇല്ലേ, ചിലർ പറയാറില്ല, എന്നാ അത് ശരിയാന്നേ. അയ്യോ, ഈ ചൊറിയുന്ന വർത്താനം കേട്ടിട്ട് നമുക്ക് ചൊറിച്ചൽ വരാതിരിക്കണമെങ്കിൽ ഇനി ശ്രദ്ധിച്ചോ, എന്തുണ്ടാകണം? എളിമയുണ്ടാകണം. ഹല്ലേലൂയ. ഇതാണ് എളിമ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ചേച്ചിമാർക്ക് അതിന്റെ കുട്ടൻസ് പിടുത്തം കിട്ടി. ചേട്ടൻ ഇങ്ങനെ രാവിലെ മുതൽ ചൊറിയുന്ന വർത്തമാനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവള് രാവിലെ എഴുന്നേറ്റപ്പോ മുതലേ അത് പള്ളിയിൽ പോകാൻ ഒരുങ്ങുക, രാവിലെ എഴുന്നേറ്റ് പള്ളി അപ്പൊ മുതലേ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും കമാന്നൊരക്ഷരം മിണ്ടാതെ ഉള്ളുകൊണ്ട് ദൈവമേ ഈ ചേട്ടനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് എളിമപ്പെട്ടിട്ട് ഈ പറയുന്നത് മുഴുവനും സ്വീകരിക്കാനുള്ള ഹൃദയത്തിന്റെ ഒരവസ്ഥയാണ് എളിമ എന്ന് പറയുന്നത്. ചേച്ചിമാർക്ക് മനസ്സിലായോ? ഇപ്പൊ ചൊറിയുന്ന വർത്താനം പറയുന്ന കുറെ പേര് വീട്ടിലുണ്ടാകും. ചൊറിഞ്ഞോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആ സമയത്ത് മിണ്ടാതിരിക്കുവാണെങ്കിൽ നല്ലതാ. ഹല്ലേലൂയ. ഇവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നിട്ട് അവിടെ ചേട്ടൻ ചൊറിയുന്ന വർത്താനം പറയുമ്പോൾ അത് ചൊറിയുന്ന വർത്താനമല്ല അങ്ങോട്ട് കൊടുക്കുന്നത്, അതിന് വെട്ടി മുറിക്കുന്ന വർത്താനോ തിരിച്ചു കൊടുക്കുന്നത്. ഇതാണ് എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പൊ മനസ്സിലായില്ല? എളുപ്പമല്ലെന്ന്. എളുപ്പമാണോ? പറ, എളുപ്പമാണോ? അല്ല. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഈ എളുപ്പമല്ലാതിരുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. എളുപ്പമല്ല. എന്തു ഭാരം ഉണ്ടാവും അറിയാമോ? ദാസന്റെ രൂപം സ്വീകരിച്ചു നമ്മളിൽ ഒരുവനായി അവൻ മാറി. ഹല്ലേലൂയ. ഇതാണ് എളിമപ്പെടുമ്പോൾ എളിമയുള്ള ഒരു ജീവിതത്തിന്റെ മനസ്സിന്റെ മനോഭാവം എന്നാണെന്നറിയാവോ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തില് 30-ാമത്തെ വചനം ഒന്ന് എടുത്തേ. എളിമയുള്ള ഒരു ജീവിതത്തിന്റെ മനോഭാവമാണ് അവിടെ ജീവിച്ചത്. എളിമയുണ്ടോന്ന് അറിയാനുള്ള ടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഞാൻ എളിമയുള്ള ആളാണോ ഇല്ലയെന്ന് സ്വയം ചിന്തിച്ചോളാം. 3-ാം അധ്യായം 30-ാമത്തെ വചനം. സ്നാപക യോഹന്നാൻ പറഞ്ഞു, എന്നാ പറഞ്ഞേ? അവൻ വളരുകയും ഞാൻ കുറയുകയും. എന്തോ പറ? അവൻ വളരുകയും. അത് പറഞ്ഞു. രണ്ടാമത്തെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അവൻ വളർന്നോട്ടെ, ഞാനും കൂടി വളരണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്കിയേ,
തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വളർച്ച കണ്ടിട്ട് പറയാൻ പറ്റും അവൻ വളർന്നോട്ടെ പിന്നെ പറയും. അവൻ അനുഗ്രഹിച്ചോട്ടെ, അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ആണ്ട് ഒരുത്തൻ വിദേശത്ത് പോകും, ആണ്ട് ഒരുത്തിയുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ 2 എണ്ണം പെര നിറഞ്ഞു നിൽക്കണം, എന്നിട്ട് 1 എണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പറയാൻ പറ്റുമോ അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും വേണം. ഇത് ഈ ഉള്ളി കിടക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ സാധനമില്ല, ഈ ഈഗോ. ഒരാൾ വളരുന്നത് കാണുമ്പോൾ, ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, ഒരാൾ ജീവിതത്തിൽ ഉയരുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേതൊക്കെ നല്ല എടി കൊള്ളാട്ടെ മക്കളൊക്കെ രക്ഷപ്പെട്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ കടന്ന് കറങ്ങുന്ന ഒരു സാധനമുണ്ട്. ഇതിൻ്റെ പേരാണ് ഈഗോ. ഹല്ലേലൂയാ. അവനിങ്ങനെ ഉള്ളി കിടന്ന് നമുക്കതൊരു ഒരു വിഷമം ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് യോഹന്നാൻ ഉണ്ടായിരുന്ന ഒരു അഭിഷേകമാണ്, ഒരു മനോഭാവമാണ്, എളിമയുടെ. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിച്ചു, നീയാണോ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു ഞാനല്ല. നമ്മളാണെങ്കിൽ പറഞ്ഞ ഞാൻ തന്നെയാ വരാനിരിക്കുന്നവൻ, ദാണ്ടേ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലേ. യോഹന്നാൻ പറഞ്ഞു ഞാനല്ല, വരാനിരിക്കുന്നവൻ ഞാനല്ല, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. അതാണ് യോഹന്നാൻ പറഞ്ഞത്. കണ്ടോ എത്രമാത്രം എളിമയുണ്ട്. അമ്മ പറഞ്ഞില്ലേ എന്റെ എളിമയെ സ്വർഗം കടാക്ഷിച്ചു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദാനിയേലേ നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം തന്നെ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ അങ്ങനെ പറയുന്നത്, എളിമപ്പെടുത്താൻ തുടങ്ങിയുള്ളൂ. ഹല്ലേലൂയ. ചിലവരിവിടെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളതാണ്, ധ്യാനത്തിനൊക്കെ ഒരിക്കലും വരികയില്ല, പോകില്ല, സമ്മതിക്കാത്ത ചില കുടുംബാംഗങ്ങളുണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ കുറേ തടസ്സവും ദൈവത്തെ അറിയാത്തതിൻ്റെ പേരിലുള്ള നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോഴോട് കൗൺസിലിങ്ങിന് വന്നിട്ട് അവസാനം കൗൺസിലിങ്ങിനെ കഴിഞ്ഞ് തീരുമാനമെടുത്ത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന മേഖല, ജോലി മേഖല, വിവാഹത്തിൻ്റെ മേഖലയൊക്കെ, അപ്പോൾ ധ്യാനത്തിന് തീരുമാനമൊക്കെ എടുത്ത് എന്നിട്ട് അവിടെ ഓഫീസിൽ പോയില്ല, അന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പൊക്കോ. ഇവിടെ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു. എന്നതാ ഈ അടുത്ത ആഴ്ച വരുന്ന ആന്തരിക സൗഖ്യത്തിന് ഞാൻ പങ്കെടുക്കും. അവിടെ അവൻ്റെ ഈഗോ പൊളിയുക. അന്ന് വരെ പോകില്ല എന്നവൻ സ്വയം പറഞ്ഞത് അവൻ അവിടെ പൊളിച്ചിട്ട് ഇന്ന് 4 ദിവസം എളിമപ്പെട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ. അവന് താല്പര്യമുള്ള വിഷയം ആയിരിക്കണമെന്നില്ല പറയുന്നത്, അവന് ഇഷ്ടമുള്ള കാര്യം ആയിരിക്കണമെന്നില്ല. 4 ദിവസം ഇങ്ങനെ കർത്താവിൻ്റെ വചനം കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അരമണിക്കൂർ പോലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തവനും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്ത ടീമിനെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ ഒരു തീരുമാനമെടുത്തു, ഈ 4 ദിവസം എളിമപ്പെട്ട് ദൈവത്തിന്റെ വചനം അത് എഴുതി അവിടെ അവന്റെ പേരെഴുതിയപ്പോഴേ സ്വർഗം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് വരെ അടഞ്ഞുപോയ ജോലി മേഖലകൾ, കാര്യങ്ങളൊക്കെ ആ ദിവസം തന്നെ ദൈവത്തിന്റെ ആത്മാവ് മെയിൽ വഴി അവന്റെ ജീവിതത്തിലേക്ക് നൽകി. ധ്യാനം കൂടിയിട്ടാ. പക്ഷെ അവൻ ധ്യാനം കൂടാൻ തീരുമാനം എടുത്തപ്പോഴേ എന്ന് പറഞ്ഞാൽ അതാണ് ദാനിയേലിന്റെ വചനം പറയുന്നത്, നീ എളിമപ്പെടാൻ തുടങ്ങിയ നിമിഷം തന്നെ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഈ വിശുദ്ധനാടൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, അവിടെ നമ്മൾ കർത്താവിൻ്റെ കല്ലറ, കർത്താവ് ഉദ്ധാനം ചെയ്ത കല്ലറയിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് കുനിയണം. ഇങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് കുനിഞ്ഞാലേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തല നേരെ പോകണം, നമ്മുടെ തല ഇടിക്കും. അങ്ങനെ ഒരു ഗുഹ പോലെ ഇരിക്കുന്നു. ഇപ്പൊ ഞാനവിടെ ചെന്നിട്ട് നേരെ പോകുള്ളൂ എന്ന് പറഞ്ഞാലോ എന്നാ സംഭവിക്കും? എന്തോ നേരെ പോകുള്ളൂ എന്ന് പറഞ്ഞാലോ ഞാൻ ഉള്ളിൽ കയറുകയല്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും പറഞ്ഞേക്കരുത് ഞാൻ അങ്ങനെ പോകൂ, ഞാൻ ഇങ്ങനെ തന്നെ പോകൂ. എളിമപ്പെടേണ്ട ജീവിതത്തിന്റെ മേഖലകളിൽ നീ ഒന്ന് എളിമപ്പെട്ട കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമെങ്കിൽ, കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുമെങ്കിൽ, നീ മൂലം നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുനിയാൻ നീ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ഈ കുനിയാൻ പറ്റാത്തതിന് കാരണം എന്നാണെന്നറിയാമോ? 3-4 കാരണങ്ങളുണ്ട് കുനിയാൻ പറ്റാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോൾ വിജിലച്ചന് ഒരു 100 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം, നല്ല തടി, നല്ല വെയിറ്റ് ഒക്കെ ആയിരിക്കും. കുനിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണ്ടൊക്കെ നമുക്ക് മറ്റേ ടോയ്ലറ്റ് ആയിരുന്നു, നിലത്ത് കുത്തിയിരുന്ന് അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല എനിക്ക് നിലത്ത് കുത്തിയിരിക്കാൻ പറ്റുന്നു. കാരണം നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഇതിലായി യൂസ് ചെയ്തല്ലേ. ചിലവർക്ക് ഈ തടിയൊക്കെ കൂടി
കാലിലൊക്കെ ബലം കുറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെഴുന്നേപ്പിക്കാൻ രണ്ടുപേര് പോകേണ്ടി വരും അല്ലേ. അതുകൊണ്ട് ഇപ്പൊ യൂറോപ്യൻ ക്ലോസ്, കാരണം മുട്ട് വളയുന്നില്ല, കുനിയാൻ പറ്റുന്നില്ലെന്നേ. ഹല്ലേലൂയ, പറ ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക പ്രായമായി, നല്ല പ്രായമായി, 16 വയസ്സ് പ്രായമല്ല, 85 വയസ്സ് പ്രായം, ചിലപ്പോൾ അവരെ കൊണ്ടുപോയാൽ അവർക്ക് പ്രായം കൊണ്ട് കുനിയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നല്ല രോഗമാണെന്ന് വിചാരിക്കുക, നട്ടിലൊരു രോഗമൊക്കെ വന്നു, മുട്ടിന് രോഗം വന്നു, അങ്ങനെയാണെങ്കിൽ കുനിയാൻ പറ്റില്ല. ഇത് 3 മേഖലയിലും കുനിയാതിരുന്നാലും നിനക്ക് സ്വർഗം നഷ്ടപ്പെടുകയില്ല. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ 4-മത്തെ ഒരു കാര്യമുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തി അഹങ്കാരം നിറഞ്ഞു കഴിയുമ്പോൾ അവന് എളിമപ്പെടാൻ പറ്റില്ല, അവന് കുനിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവൻ പറയും, ഞാൻ വിചാരിച്ചതേ ഈ വീട്ടിൽ നടക്കൂ, ഞാൻ ആഗ്രഹിച്ചതേ ഇവിടെ നടക്കൂ, ഞാൻ പ്ലാൻ ചെയ്തതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല. അപ്പൊ അതിനകത്ത് നന്മയൊന്നുമില്ലേ? ഒരു നന്മയില്ലേ പറയുന്നതിൽ, ഈ ചെയ്യുന്നതിൽ ഒരു നന്മയില്ല. ഒരു നന്മയില്ല എന്ന് സ്വയം അറിയാമായിരുന്നിട്ടും എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവർ. അതിന്റെ പേര് എത്രയോ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിരിക്കുന്നു, എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ കഴിയുന്നു, എത്രയോ ജീവിതങ്ങളിൽ നിന്ന് പരാതി പറഞ്ഞ് എത്രയോ പേരിങ്ങനെ രണ്ട് സ്ഥലത്ത് കഴിയുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ അതോർത്ത് വേദനിക്കുന്നു. എളിമപ്പെട് പ്രിയപ്പെട്ടവരെ, എളിമപ്പെട്. നീ ദൈവകൃപയ്ക്ക് പാത്രനാകുന്നു. വേറെ എളുപ്പ വഴിയൊന്നും വചനം പറയുന്നില്ല. എളിമപ്പെടുക. ഹല്ലേലൂയാ. സർവ്വത്ത് പറ ഹല്ലേലൂയാ. ഇപ്പൊ എളിമ ഉള്ളിലുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മനോഭാവം എന്താണെന്ന് അറിയാവോ? ഞാൻ ചെറുതാകുകയും ഞാൻ സഹിക്കാവുന്നതിന്റെ അങ്ങേറ്റം സഹിക്കാം, എന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവര് വലുതാകട്ടെ, അവൻ വളരട്ടെ, അവൾ വളരട്ടെ, അവൻ വളരട്ടെ, അവൾ വളരട്ടെ എന്ന്. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കറിയാം, ഞാൻ 9 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. വന്നപ്പോൾ മുതൽ ആദ്യം ഡയറക്ടർ അച്ഛനായിട്ടുള്ളത് കാര്യച്ചനാണ്. സുപ്പീരിയർ അച്ഛൻ നമുക്കറിയാം കുഴുപ്പിലച്ഛനാണ്, പക്ഷേ ഡയറക്ടർ അച്ഛൻ കാര്യച്ചനാണ്. ഈ 9 വർഷവും കാരിച്ചിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യവും കാരിച്ചന്റെ സ്വഭാവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുക. അച്ഛൻ അതുപോലെ എളിമപ്പെട്ടു നിൽക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെയൊക്കെ വളർത്താൻ, കൂടെയുള്ളവരെയൊക്കെ വളർത്താൻ, അവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റുമോ? ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യകാലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോയത്ത് 2-3 വർഷം കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ കൂടെ വണ്ടി ഓടിക്കാനാണ് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി ഓടിക്കാൻ പോകും. അപ്പം അച്ഛൻ അങ്ങോട്ട് കൊണ്ടുവരിക, ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. വണ്ടി ഓടിക്കല് ബുക്ക് സ്റ്റോളിൽ നിൽക്കുക. അവിടെ ചെല്ലുമ്പോഴേ അച്ഛൻ പറയും, ഈ എപ്പോഴും ബുക്ക് സ്റ്റോളിൽ നിന്നും വണ്ടി നിന്ന് ഓടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയാ? പറയും, എനിക്ക് ഇത്രയും പേരെ കാണുമ്പോൾ അച്ഛൻ മുട്ടും കൈയും കാലൊക്കെ കൂട്ടിയിടിക്കുന്നു, അതുകൊണ്ട് നമുക്ക് വചനവും അറിയത്തില്ല. അത് കുഴപ്പമില്ല, ഇന്ന് വിജിലച്ചൻ കയറിയിട്ട് ഒരു 15 മിനിറ്റ് സ്തുതിപ്പിക്കുക. ഞാൻ സ്തുതിപ്പിക്കുകയോ? അതിപ്പോൾ എന്നാ പരിപാടിയാണ്? അച്ഛൻ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. 15 മിനിറ്റ് എടുത്ത് ഞാൻ എന്തെങ്കിലും പറ്റി ഞാൻ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് കയറിക്കോ. പുള്ളി പറയും, ഞാനെങ്ങും പോകുന്നൊന്നുമില്ല, പക്ഷെ അച്ഛൻ കയറി. ഞാൻ പറഞ്ഞു, അച്ഛാ ഇവിടെ വേണോ? നമുക്ക് ചെറിയ ഗ്രൂപ്പൊക്കെ ഉള്ളിടത്ത് പോരെ? ഇത് പറയാം, ഇപ്പൊ സമയം 5 മണിയായി, 5:20 ഞാൻ കയറുള്ളൂ, ആ 20 മിനിറ്റ് അച്ഛൻ എന്നാന്ന് വെച്ചാൽ കാണിച്ചോളാം പറയാം. ഹല്ലേലൂയ. സർവ്വത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യകാലങ്ങളിൽ പുള്ളി എന്നെ ചവിട്ടി തള്ളി ഉന്തി കയറ്റി സ്റ്റേജിൽ നിർത്തുമായിരുന്നു, അടിച്ചു കയറ്റുമായിരുന്നു. അച്ഛൻ നമുക്ക് ചില വിഷയങ്ങൾ അച്ഛാ ഇങ്ങനെ അച്ഛൻ പറയും, നീ വാ. അച്ഛൻ്റെ പണ്ട് കാലങ്ങളിൽ പ്രിപ്പയർ ചെയ്ത 1 കെട്ട് നോട്ട് സെറാക്സ് ചെയ്ത് അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. അച്ഛൻ പറയും, നീ ഇതിനകത്തെല്ലാം വചനമുണ്ട്, അതെല്ലാം നോക്കിയിട്ട് വായിക്കും, അത് വചനമൊക്കെ പഠിക്കുക, പ്രാർത്ഥിക്കുക, അപ്പൊ കർത്താവ് സംസാരിക്കാൻ കൃപ തരും. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, ചില ഇടങ്ങളിൽ ചില ആത്മീയ ശുശ്രൂഷകളിൽ നിൽക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? കൂടെയുള്ള ഒരു വ്യക്തി വളരുന്നത് കാണുമ്പോ ഉള്ളിൻ്റെ ഉള്ളില് എന്താ പറ, ഹല്ലേലൂയ, താണ്ടേ അച്ഛന്മാർ അവനെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നു, ഞാൻ ഇത്രയും വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകുന്നില്ല. ആഹാ, ഇതിന്റെ പേരാണ് അസൂയ. ഹല്ലേലൂയ. അതിന് വേറൊരു പേരും കൂടി പറയാം, അവന്റെ ചങ്കിൽ, അവന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ സുവിശേഷത്തിന്റെ എളിമ കയറിയിട്ടില്ല. ഇത്രയും നാൾ ഞാൻ പാത്രം കഴുകിയിട്ട് എന്നെ ഇതുവരെ സ്റ്റേജിൽ ഒരു ശുശ്രൂഷയ്ക്ക് കയറ്റിയിട്ടില്ല, സ്റ്റേജിൽ ഒരു ശുശ്രൂഷ എനിക്ക് തന്നിട്ടില്ല. അവന്റെ ഇന്നലെ വന്നവനാ, അവൻ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ പേരാണ്
അസൂയ, അല്ലെങ്കിൽ മറ്റൊരു വാക്കി പറഞ്ഞ എളിമപ്പെടാൻ പറ്റും. ഒത്തിരി ആത്മീയമായി വളർന്ന പലരും ചിലപ്പോഴൊക്കെ കൂടെയുള്ളവർ വളരുന്നത് കാണുമ്പോൾ അത് പറ്റാത്തവരുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. ആത്മീയ ശുശ്രൂഷകളിൽ പോലും കൂടെ നിൽക്കുന്ന ഒരാൾ വളരുന്നത് കാണുമ്പോൾ, ശുശ്രൂഷയിൽ വളരുന്നത് കാണുമ്പോൾ തന്നെക്കാളും വലുതാകുമോ എന്ന് ചിന്തിച്ചിട്ട് ശുശ്രൂഷ കൊടുക്കാത്ത ശുശ്രൂഷകരെ അച്ഛനറിയാം. ശുശ്രൂഷ കൊടുക്കാത്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛനോട് പറയാം, അച്ഛനവിടെ ഇരുന്നാൽ മതി, ഞാൻ കയറിക്കോളാം. കണ്ടോ? പക്ഷെ കാരിച്ചനിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടു. അതുപോലെ കൂടെ ഞാൻ ഓർക്കുന്നുണ്ട്, കാരിച്ചന്റെ കൂടെ നിന്നവരൊക്കെ കാരിച്ചൻ വളർത്തിയിട്ടേ ഉള്ളൂ. കാരണം അവരിലെ നന്മ കണ്ടെത്താനും കുറവുകൾ എനിക്കറിയാം. കാരിച്ചൻ ഇപ്പോഴാണെങ്കിൽ അത് ഞാൻ എപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് വന്നാലും കാരിച്ചൻ എന്നെ തിരുത്തും. ഹല്ലേലൂയ. എവിടെയൊക്കെ ശുശ്രൂഷ കാരിച്ചൻ. അപ്പം നമ്മളൊരു ശുശ്രൂഷ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വചന ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അച്ഛൻ പറയും, ഇതിലെ ഇങ്ങോട്ട് വന്നേ. അതെ, ആ വാക്കുകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി പറയുന്നത് നല്ലതായിരിക്കും. അപ്പം അപ്പോഴാണ് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര സ്പീഡ് വേണോ? ചിലപ്പോൾ ചോദിക്കുക, ഇത്ര സ്പീഡിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ നമ്മൾ ചിലർ പറയാം, അച്ഛന് ഇഷ്ടമുള്ളല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളല്ലോ ചെയ്യുന്നു വേണമെങ്കിൽ എനിക്ക് പറയാം, അല്ലേ? പറയാം. നമ്മുടെ ഈഗോ പ്രവർത്തിക്കും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ഈഗോയെ അടിക്കുന്നത്. അവിടെ ദൈവമേ, അച്ഛനിലൂടെയാണല്ലോ സ്വർഗം എനിക്ക് വേണ്ടി സംസാരിച്ചേ. അങ്ങനെ ആരിലൂടെ വേണമെങ്കിലും പ്രിയപ്പെട്ട ഒരു ദൈവത്തിന് നമ്മൾ ഈ വിശുദ്ധ അസീസിയുടെ ജീവിതം വായിക്കുമ്പോൾ മനോഹരമായൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ അസീസി ഒരു മറ്റേ ഒരു തുരുത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കണ്ടത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടി നടക്കുക എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചേറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ ആ ചേറിൽ നിന്നും അസീസിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീയാണോ ഈ ലോകം മുഴുവനും ആൾക്കാർ പറഞ്ഞു നടക്കുന്ന വിശുദ്ധനായ എന്ന് പറയുന്ന അസീസി? നീയാണോ? അപ്പൊ ഈ അസീസി അങ്ങനെ പറഞ്ഞു, അറിയില്ല, പക്ഷെ ഞാൻ ഫ്രാൻസിസ് അസീസിയാണ്, അസീസിയിലെ ഫ്രാൻസിസ് ആണ്. ഈ കർഷകൻ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ തന്നെ ആയിരിക്കണോട്ടാ. ഹല്ലേലൂയ. നിന്നെ കുറിച്ചാണോ ഈ ലോകത്തിലുള്ള സകലരും പറയുന്ന വിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറഞ്ഞു. ഞാൻ അസീസിയിലെ ഫ്രാൻസിസ് ആണ്, അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അസീസി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേറിൽ നിന്ന് വന്ന് എന്നെ തിരുത്തിയിട്ട് ചേറിലേക്ക് തിരികെ പോയ കർത്താവ്. ഹല്ലേലൂയ. ചേറിൽ നിന്ന് വരും നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ആത്മീയമായി വളരണം ആഗ്രഹിക്കണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, എന്തിനാണ് ദൈവം എന്നെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ എൻ്റെ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് എന്നെ മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്നത്? എന്നെ ഇതുപോലെ തകർക്കുന്ന, ഭാരപ്പെടുത്തുന്ന, എനിക്കെതിരെ കേസ് കൊടുക്കുന്ന, എന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചുറ്റുപാടും ജീവിതങ്ങളെ ദൈവം എന്തിന് എൻ്റെ ജീവിതത്തിൽ തന്നു? ശ്രദ്ധിക്കുക. അതിനുള്ള ഉത്തരം അച്ഛൻ പറയാം. എന്തിനാണ് ഈ ജീവിത പങ്കാളിയെ ദൈവം തന്നത്? അഹങ്കാരമുള്ള, സ്നേഹമില്ലാത്ത, കുറ്റപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന മക്കളെ ദൈവം തന്നത്, ജീവിത പങ്കാളിയെ തന്നത്, അമ്മായിയമ്മയെ തന്നത്, അമ്മായപ്പനെ തന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ. എന്തിനാ? നിന്നെ എളിമപ്പെടുത്തിയിട്ട് സ്വർഗരാജ്യത്തിന്റെ വലിയവനാക്കാൻ. ഹല്ലേലൂയ. ഈ മർമ്മം കുറെ കുടുംബങ്ങളിൽ കിട്ടാത്തത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവർ ഇന്ന് കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ? എന്തിനാ ഇങ്ങനെ ഒരു സാധനത്തെ നമ്മൾ അങ്ങനെ വേണം, ഇങ്ങനെ ഒരു ഐറ്റത്തിന് എന്തിനാ നിന്റെ വീട്ടിൽ ദൈവം തന്നേ? ഇവന്റെ വാക്കുകളിലൂടെ നീ എളിമപ്പെടുവല്ലേ? ഇവന്റെ ചില സംസാരം നിനക്ക് പിടിക്കുന്നില്ലല്ലോ, ഇല്ല, നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാലും അത് ഉൾക്കൊള്ളാൻ തക്ക ഹൃദയത്തിന്റെ എളിമയുള്ളപ്പോ നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരത്തെ കർത്താവ് പൊളിച്ചടക്കിയിട്ട് നിന്നെ സ്വയം എളിമപ്പെടുത്തിയിട്ട് ദൈവവൈതലേ നിന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അവനിലൂടെ അവളിലൂടെ സ്വർഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായവര് വലതുമൃത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശരിക്കും മനസ്സിലായവര് മാത്രം ഹല്ലേലൂയ പറഞ്ഞേ. ഇത് മനസ്സിലായ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ സമാധാനം കെട്ടുപോകില്ല. ഒരിക്കലും പോകില്ല, സമാധാനം ഒരിക്കലും പോകില്ല. എന്തും പറഞ്ഞോട്ടെ.
കുറെ എണ്ണങ്ങൾ വീട്ടിലുണ്ടാവുന്നേ. അത് വീട്ടിൽ തന്നെ തരും. നിങ്ങൾ വിചാരിക്കും എൻ്റെ അച്ഛാ അതെ എൻ്റെ ജീവിത പങ്കാളി വേറെ ആരെങ്കിലും ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു വെച്ചു. എന്നു വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളി തന്നെ എന്നോട് ഇങ്ങോട്ട് ചെയ്താണ്, ഇങ്ങനെ പറഞ്ഞതാണ് എനിക്ക് വിഷമം. നാട്ടുകാർ പറഞ്ഞ് കുഴപ്പമില്ല, അയൽവക്കക്കാരായിരുന്നു അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. ഈ മക്കള് തന്നെ, അച്ഛനറിയാവോ, മക്കള് തന്നെ. ഇന്നലെ ആറന്മുളയില് ധ്യാനം തീർന്നു, സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു 75 വയസ്സ് പ്രായമെങ്കിലും ഒരു അപ്പച്ചൻ ഓടിയിങ്ങോട്ട് വന്നു. അതിന്റെ താഴെ കണ്ട വീട്. ഈ അപ്പച്ചനും പ്രായമായ അമ്മിച്ച അവിടെ താമസിക്കുന്നത്. ചാ പ്രാർത്ഥിക്കണോട്ടാ, എന്നാ മക്കളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പുറത്ത് അങ്ങാണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വിളിച്ചു വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കേ. മരുമകളുടെ നിർബന്ധ പ്രകാരം കണ്ടാ പോയത്. വരികയിലെന്നാ പറഞ്ഞിരിക്കുന്നത്. വരികയിലെന്നാ പറഞ്ഞു. ഈ പ്രായം അപ്പച്ച പറഞ്ഞു, അച്ഛാ ഒരുപക്ഷെ തമ്പുരാൻ ഞങ്ങൾക്ക് എളിമപ്പെടാനുള്ള ഒരു സമയം തരുന്നതായിരിക്കും അച്ഛോ. ഞാൻ പറഞ്ഞു അത് തന്നെയാ അപ്പച്ച. അപ്പച്ചൻ അങ്ങോട്ട് ഈ അവസ്ഥയിൽ മക്കള് ഒന്നും വിഷമിക്കണ്ട, തമ്പുരാൻ കരുതും, തമ്പുരാൻ നോക്കും. അപ്പച്ച ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ശരിയാണ്, ദൈവം എങ്ങനെയൊക്കെയോ ഞങ്ങളെ നടത്തുന്നുണ്ട്. ആരെങ്കിലും ഭക്ഷണം കൊടുക്കണേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് രണ്ടുപേർക്ക് അധ്വാനിക്കാനുള്ള ശേഷിയില്ല. പുള്ളിയുടെ ഈ വലത് കൈ പുള്ളിയുടെ, ഇനി ഞാനിങ്ങനെ ആലോചിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഏത് കൈക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, പുള്ളിയുടെ വലത് കൈ പൊങ്ങില്ല. ഇപ്പോൾ ഒരവസ്ഥയിലാണ് ഈ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന, ഭാര്യയും കൂട്ടി വേറെ വീട്ടിൽ പോയി താമസിക്കുന്ന. അടുത്ത് തന്നെ, ഒത്തിരി മാറിയ അകലെയൊന്നുമല്ല, കാണാം, എല്ലാ ദിവസവും അപ്പനെ കാണും, പക്ഷേ സംസാരിക്കില്ല. അമ്മയെ കാണും, സംസാരിക്കില്ല. ഇങ്ങനെ മനസ്സ് മുറിക്കുന്ന ജീവിതത്തെ അത് കൺമുമ്പിൽ അതുപോലെ വേദന സമ്മാനിക്കുന്ന ഒരു മകനെ ദൈവം തന്നത്, മകളെ ദൈവം തന്നത് നിന്നെ എളിമപ്പെടുത്തിയിട്ട് ചങ്ക് പൊളിഞ്ഞ് ദൈവമേ എന്ന് വിളിക്കാനും, ദൈവമേ എന്ന് ഹൃദയം നുറുങ്ങി വിളിക്കാനും, അങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയാക്കാനും വേണ്ടിയാ സ്വർഗം നിന്നെ എളിമപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ എളിമപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വർഗത്തിന്റെ അവകാശിയാക്കാനും സ്വർഗത്തിൽ വലിയവനും വലിയവളാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്ന മനോഹരമായൊരു സംഭവമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പുണ്യത്തിന്റെ, ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു ഇച്ചിരി കൂടി കട്ടികൂടിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും എളിമപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം അവൻ മൂലമാണ് നിനക്കിന്ന് എളിമയെന്ന പുണ്യം അഭ്യസിക്കാൻ ദൈവം കാരണമൊരുക്കിയത്. ഫ്രാൻസിസ് സാലസ് എന്ത് പുണ്യാളെന്ന് നോക്കി. അതുകൊണ്ടാണ് സഭയിലെ ജെന്റിൽമാൻ സെയിന്റ്, എളിമയുടെ പുണ്യാളൻ എന്ന് സഭ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ വിളിക്കുന്നത്. 16 വർഷക്കാലം നീണ്ടുനിന്ന് സ്വയം തൻ്റെ ഈഗോയെ തകർത്ത് എളിമയുടെ പുണ്യവാനായി വിശുദ്ധൻ മാറി. ഭയങ്കര ദേഷ്യമായിരുന്നു പുള്ളിക്ക്, ഭയങ്കര മൂക്കത്തായിരുന്നു ശുണ്ടി. ഇങ്ങനെ മൂക്കത്ത് ശുണ്ടിയുള്ള ചില ജീവിതങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ. കാരണം എന്താണെന്നറിയാവോ? എളിമപ്പെടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയാ. നമ്മൾ പറയും മൂക്കത്ത് ശുണ്ടിയുള്ളത്, ഭയങ്കര ദേഷ്യം. അതിന് കാരണം എന്താ? എളിമപ്പെടാൻ പറ്റുന്നില്ല. ആരോ പറഞ്ഞു, ആരോ ചെയ്തത് നമുക്കതുകൊണ്ട് ഉൾക്കൊള്ളാനോ ആ സാഹചര്യത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ സാഹചര്യത്തിനെതിരെ നമ്മൾ കയർക്കുന്നതും ദേഷ്യപ്പെടുന്നതും. ഹല്ലേലൂയാ. അപ്പൊ എളിമപ്പെടാൻ കർത്താവ് അതുപോലെ സാഹചര്യങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ എളിമപ്പെടാൻ കാരണമായ വ്യക്തി ആരാണോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഇവൻ മൂലം നീ എന്നെ എളിമപ്പെടുത്തിയില്ലേ, ഇവള് മൂലം നീ എന്നെ എളിമപ്പെടുത്തിയില്ലേ, ഇവള് മൂലം നിന്റെ സ്നേഹത്തിലേക്കും നിന്റെ കാരുണ്യത്തിലേക്കും ഈ എളിമ എന്ന പുണ്യം അഭ്യസിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകാൻ ദൈവമേ നീ എനിക്കൊരു സാഹചര്യം തന്നില്ലേ. അവനില്ലായിരുന്നെങ്കിലോ, ഈ ജീവിത പങ്കാളി ഇല്ലായിരുന്നെങ്കിലോ, നിന്നെ അതുപോലെ സ്നേഹിക്കുന്ന, നിന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ അതുപോലെ മാനിക്കുന്ന ഒരു ജീവിത പങ്കാളി ആയിരുന്നെങ്കിലോ, നീ എങ്ങനെ ക്ഷമയെന്ന പുണ്യത്തിൽ വളരും, നീ എങ്ങനെ എളിമ എന്ന പുണ്യത്തിൽ വളരും, നിന്റെ ചുറ്റുപാട് പ്രലോഭനങ്ങളില്ലെങ്കിൽ നീ എങ്ങനെ വിശുദ്ധി എന്ന പുണ്യത്തിൽ വളരും. അപ്പൊ ഇതൊക്കെ ദൈവം ഒരുക്കുന്നത്, ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്നത് നിന്നെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എളിമപ്പെട്ടിട്ട് പറയണം, ഇതാ കർത്താവിന്റെ ദാസി, പറ നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ.